ചെലവ് ചുരുക്കിയെന്ന് പറഞ്ഞിട്ടും കൃഷ്ണകുമാറും കുടുംബവും ദിയയുടെ വിവാഹ വിരുന്നിനെ നാട്ടിന് പുറത്ത്. ദിയയും അരുമേനെയും ഭാര്യയും കൂട്ടി കൃഷ്ണകുമാർ പറന്നു. ഇവിടെ വെച്ചാണ് വിവാഹ സൽക്കാരം. താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞു. സദ്യ കഴിച്ചു ഇലമടക്കി ഇവിടെ തീർന്നു. ഇതായിരുന്നു ദിയ കൃഷ്ണയുടെയും ചേച്ചി അഹാനയുടെയും അനുജത്തിയുടെ കല്യാണത്തിന് മാമങ്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നവമാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയ മറുപടി. തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിലും ആർഭാടം ഏതുമില്ലാതെയാണ് ദിയ കൃഷ്ണയുടെ താലികെട്ടൽ ചടങ്ങ് നടത്തിയത്. പണ്ട് മുതലേ തനിക്ക് സിമ്പിളായിരുന്നു ആഗ്രഹം എന്ന് ദിയ പറഞ്ഞു. കോവിഡ് കാലത്തിൽ തന്നെ നമ്മൾ ചെലവ് ചുരുക്കി വിവാഹം നടത്താൻ പഠിച്ചതല്ലേ എന്ന് പിതാവ് കൃഷ്ണകുമാറും. വിവാഹം കഴിഞ്ഞതും കുടുംബം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഈ കല്യാണം താലിക്കെട്ട് ചടങ്ങ് മാത്രമായി ഒതുങ്ങിയതല്ല എന്നും മറ്റുള്ളവർക്ക് മനസ്സിലായി. ദിയ കൃഷ്ണയെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്ത് നക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് വിവാഹത്തിന്റെ ചടങ്ങുകൾ പലതും അരങ്ങേറിയത്. ഉത്തരേന്ത്യൻ സ്റ്റൈൽ പ്രകാരമുള്ള ഹൽദി, മെഹന്തി, സംഗീത ചടങ്ങുകൾ ചേർന്നായിരുന്നു ഈ വിവാഹം. പക്ഷേ അഹാന പറഞ്ഞതുപോലെ ഇല മടക്കിയതുകൂടി ഈ ചടങ്ങുകൾ തീർന്നിട്ടില്ല. വിവാഹത്തിന്റെ ഏറ്റവും പുതിയ വിശേഷം നാട്ടിലല്ല ഈ കുടുംബം നടത്തുന്നത്. മറ്റു ചടങ്ങുകൾക്കെല്ലാം വധുമാരും സഹോദരിമാരും മുൻകൈയെടുത്ത് നടത്തിയെങ്കിലും ഈ പരിപാടിയുടെ പ്രധാനികൾ അച്ഛനും അമ്മയുമാണ് എന്ന് ദിയ പോസ്റ്റ് ചെയ്ത ഏറ്റവും പുതിയ റീൽ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. വീഡിയോയിൽ ദിയ കൃഷ്ണ, ഭർത്താവ് അശ്വിൻ ഗണേഷ് എന്നിവർക്കൊപ്പം കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവുമുണ്ട്. മനോഹരമായ ലൊക്കേഷനിൽ പ്രണയാതുരമായ രംഗങ്ങളിൽ ദിയയും അശ്വിനും മുഴുകുന്നതും ഇതിൽ കാണാം. ഇവിടെ വെച്ചാണ് വിവാഹ സൽക്കാരം നടത്തുക. ഇതിന്റെ വിശേഷമാണ് ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാം റീലായി പോസ്റ്റ് ചെയ്തത്. രാജതലസ്ഥാനായ ഡൽഹിയിൽ വെച്ചാണ് വിവാഹത്തിന്റെ ഡിന്നർ റിസപ്ഷൻ. ഈ ചടങ്ങ് നടന്നോ കഴിഞ്ഞോ അതോ നടക്കാൻ പോകുന്നതേയുള്ളൂ എന്ന കാര്യം ദിയ റീൽ വീഡിയോയിൽ പങ്കുവച്ചിട്ടില്ല. വിവാഹത്തിൽ അതിഥികളായി കൃഷ്ണകുമാറിന് അടുത്ത ബന്ധമുള്ള കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുമോ എന്ന് കണ്ടറിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദിയ കൃഷ്ണൻ തിരുവനന്തപുരത്ത് ആഭരണങ്ങളുടെ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തിയിരുന്നു. ഭർത്താവ് അശ്വിൻ ഗണേഷ് സോഫ്റ്റ്വെയർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുകയായി തമിഴ് പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമാണ് അശ്വിൻ. സൗഹൃദ പ്രണയത്തിലേക്കും പ്രണയ വിവാഹത്തിലേക്കും വഴിമാറിയിരിക്കുന്നു. കഴിഞ്ഞുടൻ കൃഷ്ണകുമാറും സിന്ധുവും അതുപോലെ തന്നെ ദിയയും അശ്വിനും വിമാനമേറി യാത്ര പോകുന്ന ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു.